ഒന്നിൽ റിലീസായ ടിൽ വി മീറ്റ് അഗെയിൻ എന്ന വളരെ രസകരമായ ഒരു തായ്വാൻ കഥയാണ് നമ്മൾ ഇന്ന് മൂവി മാനിയയിലൂടെ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടങ്ങുന്നത് നമ്മുടെ കഥാനായകന്റെ മരണം കാണിച്ചുകൊണ്ടാണ്. കഥ തുടങ്ങിയപ്പോഴേ കഥാനായകൻ മരിച്ചെങ്കിൽ പിന്നീട് എന്ത് കഥയെന്ന് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? എങ്കിൽ പിന്നീടാണ് കഥ തുടങ്ങുന്നത്. അതെ, നമ്മുടെ കഥാനായകന്റെ പേര് ലൂൺ എന്നാണ്. ലൂണിന്റെ നല്ല മഴയുള്ള ഒരു സമയത്ത് മഴ നനയാതിരിക്കാനായിട്ട് ഒരു വലിയ മരത്തിന്റെ ചോട്ടില് ഇങ്ങനെ നിൽപ്പാണ്. ആ സമയത്ത് ശക്തമായ ഇടിമിന്നൽ ഉണ്ടാവുന്നു. അവൻ നിന്നിരുന്ന മരത്തിന് തൊട്ടടുത്തായി തന്നെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തില് കാറ്റും മഴയും ആ ഇടിമിന്നലും ഒക്കെ മൂലം അന്നവിടെ ഷോക്കേറ്റ് തൽക്ഷണം ലൂൺ മരണപ്പെടുന്നു. തുടർന്ന് ലൂണിന്റെ ആത്മാവിനെ അണ്ടർവേൾഡിലേക്ക് കൊണ്ടുപോവാണ്. അണ്ടർവേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ അധോലോകമല്ല, മറിച്ച് മരണശേഷം ആത്മാവ് ചെന്നെത്തപ്പെടുന്ന സ്ഥലത്തെയാണ് ഇവിടെ അണ്ടർവേൾഡ് എന്ന് പറയുന്നത്. അവിടെ എത്തുന്ന ലൂണിനെ നമ്മുടെ യമരാജനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് അവൻ ലൈഫിൽ ചെയ്ത ശരിതെറ്റുകളുടെ കണക്കൊക്കെ നോക്കി സ്വർഗത്തിലേക്ക് വിടണോ നരകത്തിലേക്ക് വിടണോ, അല്ലെങ്കിൽ ഇനിയിപ്പോ അവന് എന്ത് പുനർജന്മം വേണം എന്ന ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പോവാണ്. ഷോക്കേറ്റ് മരിച്ചത് കൊണ്ട് തന്നെ തന്റെ പാസ്റ്റ് ലൈഫിനെ പറ്റി, അതായത് ഇപ്പോ ജീവിച്ച ആ ഒരു കാര്യങ്ങളെ പറ്റി ഒരു ഓർമ്മയും ലൂണിനില്ല. അവന് ആ ഡീറ്റെയിൽസ് ഒക്കെ അവർ ചെറുതായി ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മുൻജന്മത്തിൽ എന്തൊക്കെയോ മൃഗങ്ങളും പുഴുക്കളും ചെടികളും ഒക്കെ ആയിരുന്നു താനെന്നത് അവന് മനസ്സിലാവുന്നു. എന്തായാലും ലൂണിന്റെ കയ്യിൽ ഒരു ബ്രേസ്ലെറ്റ് ധരിച്ചു കൊടുത്ത് ലൂണിന് ഓർമ്മയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവന്റെ ഓർമ്മകൾ സ്കാൻ ചെയ്യാനായി നമ്മുടെ യമരാജാവിന്റെ അസിസ്റ്റന്റ് നോക്കാണ്. പക്ഷെ അതിന് സാധിക്കുന്നില്ല, എന്തോ ടെക്നിക്കൽ എറർ കാണിക്കുന്നു. ഇതേ സമയം ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും ലൂണിന് സാധിക്കുന്നില്ല. അവന് തന്റെ ലൈഫിനെ പറ്റി ഓർമ്മകൾ ഇല്ലാത്തത് കൊണ്ട് താൻ മരിച്ചു എന്ന് അംഗീകരിക്കാൻ അവൻ തയ്യാറാവുന്നില്ല. അവൻ ആ കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ എന്തായാലും നീ മരിച്ചു, നിനക്കിനി 2 ചോയ്സുകളാണുള്ളത്. അതെന്താണെന്ന് പറയും മുന്നേ മരണാനന്തര ജീവിതത്തെ പറ്റി അല്ലെങ്കിൽ പുനർജന്മത്തെ പറ്റിയൊക്കെ വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ലൂണിനെ അസിസ്റ്റന്റ് കാണിച്ചു കൊടുക്കുന്നു. ആ വീഡിയോയിലൂടെ അവന് മനസ്സിലാവുന്നുണ്ട് തനിക്ക് 2 ഓപ്ഷൻസ് ആണ് ഇപ്പോൾ പുനർജന്മവുമായി ബന്ധപ്പെട്ടുള്ളതെന്ന്. ഒന്നെങ്കിൽ ഒരു ഒച്ചായി പുനർജനിക്കാം, അല്ലെങ്കിൽ ഒരു ദേവനായി. പക്ഷെ ദേവനാവുക എന്നത് ഒരുപാട് ടാസ്കുകൾ ചെയ്തു തീർക്കാനായിട്ടുള്ള ഒരു പുനർജന്മമാണ്. അതൊക്കെ പാലിച്ചില്ലെങ്കിൽ പല പ്രശ്നങ്ങളും സംഭവിക്കാമെന്നും അവൻ മനസ്സിലാക്കുന്നു. പക്ഷെ അവനൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവൻ ഇരിക്കുന്ന സമയത്താണ് അപ്പുറത്തെ മുറിയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം അവൻ കേൾക്കുന്നത്. നോക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടിയെ കാണാം. താൻ മരണപ്പെട്ടു എന്നത് അംഗീകരിക്കാൻ സാധിക്കാതെ കരഞ്ഞു കൂവി ബഹളം വെക്കുന്ന ഏതോ ഒരു ഇപ്പോ മരണപ്പെട്ടു വന്ന ഒരാളാണതെന്ന് ആ ബഹളം കേട്ട് അവൻ മനസ്സിലാക്കുന്നുണ്ട്. അവൻ എത്തി നോക്കുമ്പോൾ അവൾ അവനെ കാണുന്നു. കലിപ്പിൽ അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് ഷൗട്ട് ചെയ്യാണ്. അത് കേട്ട് അവൻ മിണ്ടായിരിക്കുന്നില്ല. തന്നോട് ചുമ്മാ വന്ന് ഷൗട്ട് ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ അവനും അവളെ തിരിച്ചു കണക്കിനും പറയുന്നുണ്ട്. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ഇങ്ങനെ വഴക്കിട്ടോണ്ടിരുന്ന തനിക്ക് തീരുമാനിക്കുന്ന സമയം പോവും എന്ന് മനസ്സിലാക്കുന്ന ലൂണാകട്ടെ ഒച്ചായി പുനർജനിക്കണോ അതോ ദേവനായി മാറണോ എന്ന് തല പുകഞ്ഞ് ആലോചിക്കുന്നു. ഒച്ചാവണ്ട, അത് അറപ്പുള്ള ഒരു കാര്യമാണ് എന്ന് അവന് മനസ്സിൽ തോന്നുന്നുണ്ട്. ദേവനെങ്കിൽ ദേവൻ, അതാവുമ്പോ കേൾക്കുമ്പോ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് അവൻ മനസ്സിലോർക്കുന്നു. അങ്ങനെ ലവ് ഗോഡ് ആകാം എന്ന് തീരുമാനിച്ച അവൻ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ചെല്ലുമ്പോൾ അവിടെ അവനെ പോലെ തന്നെ പുനർജന്മത്തിന്റെ ഓപ്ഷൻ കിട്ടി ലവ് ഗോഡ് ആവാനായി എത്തിയിരിക്കുന്ന ഒരുപാട് ആത്മാക്കളെ അവന് കാണാൻ സാധിക്കുന്നുണ്ട്. മുന്നേ അവനുമായി വഴക്കിട്ട ഹോങ് എന്ന ആ പെൺകുട്ടിയും ലൂൺ അവിടെ കാണുന്നുണ്ട്. അവിടെ എത്തിപ്പെട്ടിരിക്കുന്ന അവർക്ക് എല്ലാവർക്കും സീനിയർ ലവ് ഗോഡ്സ് ആയി മാറിയിരിക്കുന്ന മുന്നേ ഇവരെ പോലെ മരണപ്പെട്ട് അവിടെ എത്തി ലവ് ഗോഡായി തെരഞ്ഞെടുക്കപ്പെട്ട് കുറെ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ചില ആത്മാക്കൾ ഓറിയന്റേഷൻ ക്ലാസ് നൽകുന്നു. 2 പേരാണ് ലവ് ഗോഡ്സ് ആയി പാർട്ട്നേഴ്സ് ആയി മാറേണ്ടത്. 2 പേരും കൂടി ചേർന്ന് വേണം ഭൂമിയിലെ മനുഷ്യർക്കിടയിൽ പ്രണയം സൃഷ്ടിച്ച് അവരെ ഒന്നിപ്പിച്ച് കാര്യങ്ങൾ സെറ്റിലാക്കാനായി. അങ്ങനെ ഭൂമിയിൽ പ്രണയം ഇവർ മൂലം ഒന്നിച്ചു കഴിയുമ്പോൾ ഈ ലവ് ഗോഡ്സ് ആയി പുനർജനിച്ചിരിക്കുന്ന ആത്മാക്കളുടെ കയ്യിലിട്ടിരിക്കുന്ന ബ്രേസ്ലെറ്റില് അവരുടെ പാപത്തിന്റെ എണ്ണം കുറയ്ക്കുന്ന കറുത്ത മുത്തുക്കൾ നിറം മാറി വെളുത്ത് അങ്ങനെ ഇവരുടെ ഓരോ പാപങ്ങളുടെ എണ്ണവും കുറയുന്നതായിരിക്കും. അതായത് ഭൂമിയിൽ ഇവർ മനുഷ്യർക്കിടയിൽ പ്രണയം ഉണ്ടാക്കിയാൽ ആ പ്രണയം നല്ല രീതിയിൽ അവർ ഒന്നിപ്പിച്ചാൽ മാത്രമേ ഇവരുടെ പാപം അങ്ങനെ കുറച്ച് അവർക്ക് ഈ ഒരു പുനർജന്മത്തിന്റെ ടാസ്കും കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു രീതിയിൽ സെറ്റിൽ ആവാനേ സാധിക്കൂ. ആ സെറ്റിൽ ആവുക എന്നതിന്റെ അർത്ഥം സ്വർഗത്തിലേക്ക് ചെല്ലുക എന്നതാണ്. ഇപ്പോഴുള്ള അണ്ടർവേൾഡിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ഇങ്ങനെ കുറച്ച് ടാസ്കുകൾ ഉണ്ട്. ഈ ഒരു ലവ് ഗോഡ് ആവാനുള്ള ഓഡിഷന് വേണ്ടി ഹോങ് വന്നെങ്കിലും അവൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്. കാരണം അവിടെ വെച്ച് അവൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നു. അവൾ ഒരുപാട് വിശ്വസിച്ചിരുന്ന ബോയ് ഫ്രണ്ട് ചതിച്ചതാണ് അവൾ അങ്ങനെ മരണപ്പെട്ടത്. അവനോട് പ്രതികാരം ചെയ്യണമെങ്കിൽ താനൊരു ദുരാത്മാവായി തിരിച്ച് ഭൂമിയിലേക്ക് എത്തിയാലേ അതിന് സാധിക്കൂ. ലവ് ഗോഡ് ആയാലൊന്നും അങ്ങനെ പ്രതികാരം വീട്ടാൻ സാധിക്കില്ല എന്ന് ഒരു നിമിഷം അവൾക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ അങ്ങോട്ടേക്ക് എത്തുന്ന ലൂൺ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇങ്ങനെ ദുരാത്മാവായി കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു പുനർജന്മം ലഭിക്കുകയില്ല, സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ നെഗറ്റീവായൊന്നും മനസ്സിൽ ചിന്തിക്കാതെ എത്രയും പെട്ടെന്ന് ലവ് ഗോഡിന്റെ ടെസ്റ്റ് വന്ന് അറ്റൻഡ് ചെയ്യുക. കിട്ടിയ പോയാൽ പോയി, അത് പാസ്സായില്ലെങ്കിലും എന്തായാലും ഒരു ദുരാത്മാവാകാൻ എന്ന് ചിന്തിക്കേ വേണ്ടെന്ന് അവൻ അവളെ ഉപദേശിക്കുമ്പോൾ അവൾക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാം വീണ്ടും ആ ഒരു ലവ് ഗോഡിന്റെ ഓഡിഷന് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവിടെ എത്തിയിരിക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് വേണം ഓരോരുത്തരും അവർക്കുള്ള പാർട്ട്നേഴ്സിനെ കണ്ടെത്താൻ. കാരണം 2 പേരാണ് ലവ് ഗോഡായി നിന്ന് ഭൂമിയിൽ പ്രണയം സൃഷ്ടിക്കേണ്ടത്. അങ്ങനെ പരസ്പരം പാർട്ട്നേഴ്സിനെ തെരഞ്ഞെടുക്കാൻ നോക്കുന്നതിന്റെ ഇടയിൽ കൂടെയുള്ള എല്ലാവർക്കും
പാർട്ട്നേഴ്സായി ഒടുക്കം പാർട്ട്നേഴ്സ് ഇല്ലാതെ നമ്മുടെ ലൂണും ഹോങ്ങുമാണ് ഒറ്റപ്പെട്ടു പോകുന്നത്. അങ്ങനെ അവർക്ക് വേറെ നിവൃത്തിയില്ലാതെ പാർട്ട്നേഴ്സ് ആവേണ്ടി വന്നു. മുന്നേ ഹോങ്ങിനെ ലൂണെന്ന് ഉപദേശിച്ചെങ്കിലും ആദ്യം ഇവർക്കിടയിൽ കണ്ടുമുട്ടിയപ്പോഴേ ചെറിയ കല്ലുകടി ഉണ്ടായിരുന്നല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റൊക്കെ. ആ ഒരു ഇഷ്ടക്കേട് ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. എങ്കിലും പരസ്പരം പാർട്ട്നേഴ്സ് ആവാനായി അവർ തയ്യാറാവുന്നു. അങ്ങനെ പാർട്ട്നേഴ്സ് ആയ ശേഷം ഇവർ പല റൗണ്ടുകളിൽ മത്സരിക്കണം. ആ ടാസ്കുകളിലൊക്കെ വിജയിച്ച് മുന്നോട്ട് വന്നാലേ ലവ് ഗോഡ് ആവാനായിട്ടുള്ള അവസരം ലഭിക്കൂ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ മത്സരിക്കേണ്ട ടാസ്കുകളൊക്കെ എത്തുമ്പോൾ ഒന്നിച്ചൊരു ടീമായി നിന്ന് മത്സരിക്കാനായി രണ്ടുപേർക്ക് സാധിക്കുന്നില്ല. മനസ്സിലുള്ള ഇഷ്ടക്കേട് മൂലം രണ്ടുപേരും ശരിക്ക് പാടുപെടുന്നുണ്ട്. അങ്ങനെ റൗണ്ടുകൾ വിജയിച്ച് തങ്ങൾക്കിടയിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയെടുത്ത് ഫൈനൽ വരെ എത്താനായി ലൂണിനും ഹോങ്ങിനും സാധിക്കുന്നു. രണ്ടുപേരും അങ്ങനെ അവരെ പോലെ തന്നെ ഫൈനൽ എത്തിയിരിക്കുന്ന മറ്റു ചില കപ്പിൾസിനെ പോലെ ലവ് ഗോഡ്സ് ആയി മാറി ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. ഭൂമിയിൽ ഇനി പ്രണയം സൃഷ്ടിക്കണം, ആളുകളെ ഒന്നിപ്പിക്കണം. അങ്ങനെ അവർ ഒന്നിക്കുന്നതോടുകൂടി തങ്ങളുടെ പാപത്തിന്റെ അടയാളമായ കയ്യിലെ ബ്രേസ്ലെറ്റിലെ കറുത്ത മുത്തുകൾ മാറി വെളുത്ത മുട്ടായി മാറണം എന്നതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ ഭൂമിയിൽ എത്തിയ ഉടനെ തന്നെ ആദ്യം തന്നെ ചതിച്ച് തന്നെ മരണത്തിലേക്ക് തള്ളിവിട്ട തന്റെ എക്സിനെ ഹോങ് കാണുന്നുണ്ട്. അവനെ ലോകത്തെ ഏറ്റവും ദുസ്വഭാവമുള്ള ഒരു അഴിഞ്ഞാട്ടക്കാരിയായ വൃത്തികെട്ട ഒരു പെണ്ണിനെ കൊണ്ട് തന്നെ എങ്ങനെയും പ്രണയത്തിലാക്കണം, അവൻ എന്നെ ചതിച്ചതിന് ഒരു പാഠം പഠിക്കണമെന്ന് ഹോങ് ലൂണിനോട് പറയുമ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് മറ്റൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് ലൂൺ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഹോങ്ങിന്റെ സഹായത്തോടു കൂടി തന്നെ, അതായത് ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് വിചാരിച്ചാലേ ഇവർക്കൊരു ഗ്രൂപ്പായി പ്രണയം സൃഷ്ടിക്കാനായി സാധിക്കും. അതുകൊണ്ട് തന്നെ ലൂണിന്റെ ഐഡിയ പ്രകാരം ഹോങ്ങും ലൂണും കൂടി ചേർന്ന് ആ എക്സിന് വണ്ടിയുടെ സൈലൻസർ ഉണ്ടല്ലോ അതിനോട് പ്രണയം തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന ആളെന്നല്ല, എന്ത് വസ്തുവിനോടും ഇവർക്ക് ഒരാൾക്ക് പ്രണയം തോന്നിപ്പിക്കാനായി സാധിക്കും. അങ്ങനെ സൈലൻസറിനോട് പ്രണയം തോന്നുന്ന ആ എക്സ് ആകട്ടെ അതിനോടൊന്ന് അടുത്തിടപെടാൻ നോക്കുമ്പോഴേക്കും അവന്റെ സ്വകാര്യ ഭാഗങ്ങളെല്ലാം പൊള്ളി പൊകഞ്ഞ് ഒരു പരുവാവുന്നുണ്ട്. അങ്ങനെ രസകരമായി തന്നെ ഹോങ്ങിന് വേണ്ടി ലൂൺ അവിടെ നല്ല ഒരു ഐഡിയ പ്രകാരം എക്സിനിട്ട് പണി കൊടുത്തിരിക്കുന്നു. ഹോങ് വളരെ ഹാപ്പി ആവുന്നുണ്ട്. പക്ഷെ ഭൂമിയിൽ ഇവരെ വിട്ടതെന്തിനാ? ആളുകൾക്കിടയിൽ പ്രണയം ഉണ്ടാക്കി ഇവരുടെ പാപത്തിന്റെ മുത്തുകൾ കറുപ്പിൽ നിന്ന് വെളുത്തതാക്കി മാറ്റാൻ വേണ്ടിയല്ലേ. പക്ഷെ ഇപ്പോ എക്സിനോട് ചെയ്ത ഈ ഒരു പണി മൂലം രണ്ട് വെളുത്ത മുത്തുകൾ കറുപ്പായി മാറുന്നു. എന്തു തന്നെ ആയാലും കുറച്ച് കടുത്ത കൈയായി എക്സിനോട് ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവർക്ക് സംഭവിച്ചത്. അങ്ങനെ ഭൂമിയിൽ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഹോങ് ലൂണിനോട് പറയുന്നുണ്ട്, നിനക്ക് എന്ത് ഭാഗ്യ, നിനക്ക് നിന്റെ പഴയ കാര്യങ്ങൾ ഓർമ്മയില്ലാത്തത് കൊണ്ട് ആരോടും പ്രതികാരവും വീട്ടേണ്ട, രസകരമായി ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതിയല്ലോ എന്ന്. അത് കേൾക്കുമ്പോൾ അവൻ ചിരിക്കുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം മുന്നിൽ നിന്ന് കുരയ്ക്കുന്ന ഒരു നായ്ക്കുട്ടിയെ കണ്ട് അവൻ ആകെ ഞെട്ടിപ്പോകുന്നു. കാരണം ആ നായയെ കാണുന്നവന് തന്റെ ഓർമ്മയിൽ ഇപ്പോ ഇല്ലാത്ത ഭൂതകാലത്തെ ചില ഫ്ലാഷ് ബാക്കുകൾ വരുന്നുണ്ട്. താൻ മനുഷ്യനായി ജീവിച്ചിരുന്ന സമയത്ത് ആരോരും ഇല്ലാതെ തെരുവിൽ പെട്ടുപോയിരുന്ന ഈ നായയെ താൻ എടുത്തു വളർത്തിയിരുന്ന കാര്യം അവൻ ഇപ്പോ ഇതിനെ കണ്ട് ഓർത്തെടുക്കാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട തന്റെ ഒരു കാര്യങ്ങളും ഓർമ്മയില്ലാതിരുന്ന സമയത്ത് വളരെ അപ്രതീക്ഷിതമായി ആ ഒരു ചെറിയ ഓർമ്മ തന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായി മുന്നിൽ വന്ന് ഈ നായ ഇപ്പൊ നിൽക്കുന്ന ആ മൊമെന്റ് അവൻ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. ആ സമയത്ത് ആ നായയുടെ അടുത്തേക്ക് മറ്റൊരു പെൺകുട്ടി വരുന്നു. അവൾ ആ നായ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് കാണുമ്പോൾ അവൾ ആരാണ് എന്നതും ഓർമ്മ വരാണ്. അവളുടെ പേര് വെൻ എന്നാണ്. വെൻ ലൂണിന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. അത് ചുമ്മാതങ്ങ് കണ്ടപ്പോ അങ്ങ് പ്രേമിച്ചേക്കാമെന്ന് കരുതി അവരങ്ങനെ പ്രണയത്തിലായതല്ല, മറിച്ച് സ്കൂൾ കാലഘട്ടം മുതലേ വെന്നിന്റെ പുറകെ ലൂൺ നടന്ന് തന്റെ പ്രണയം പലവട്ടം തുറന്നു പറഞ്ഞ് റിജക്ഷൻ നേരിടേണ്ടി വന്നിട്ടും നിരാശപ്പെടാതെ അങ്ങനെ അവളുടെ പിറകെ നടന്ന് അവളെ പ്രണയത്തിലാക്കിയതാണ്. ഏതോ കൊച്ചു ക്ലാസ്സിൽ വെച്ച് തുടങ്ങിയ പ്രണയം ഹൈസ്കൂളൊക്കെ ആയപ്പോഴാണ് അവൾ അംഗീകരിച്ചത്. അത്രയേറെ പിറകെ നടന്ന് അവൻ നേടിയെടുത്തതായിരുന്നു അവളുടെ ഇഷ്ടം. അങ്ങനെ ഇവരുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് കണ്ട് സംസാരിച്ചു നിൽക്കുമ്പോൾ നല്ല മഴ പെയ്തതും ആ മഴയത്ത് നിന്ന് രക്ഷപ്പെടാനായി അടുത്ത് കണ്ട വലിയൊരു മരച്ചുവട്ടിൽ രണ്ടുപേരും നിന്നത്. അവൾ ധരിച്ചിരുന്ന ചുവപ്പ് സ്കാർഫിൽ നിന്ന് നൂലിങ്ങനെ വലിച്ചൂരിയെടുത്ത് അത് മോതിരം കണക്ക് രണ്ടുപേരും വിരലിൽ ഇങ്ങനെ കെട്ടി നമ്മൾ പിരിയില്ല, മരണം വരെ ഒന്നിച്ചുണ്ടാവുമെന്ന് പരസ്പരം വാക്ക് നൽകിയിരുന്നു. പക്ഷെ അടുത്ത നിമിഷമാണ് അപ്രതീക്ഷിതമായി ശക്തമായ ഇടിമിന്നൽ ഉണ്ടാവുകയും അതേറ്റ് ലൂൺ മരണപ്പെടുകയും ചെയ്തത്. ആ ഇടിമിന്നലിന്റെ ആഘാതം വെന്റെ ജീവൻ എടുത്തില്ലെങ്കിലും അവൾ ദൂരേക്ക് തെറിച്ചു വീണ് സാരമായി പരിക്കേറ്റിരുന്നു. എന്തായാലും പഴയ കാര്യങ്ങൾ ഇപ്പോൾ തന്റെ ഡോഗിനെയും തന്റെ ഗേൾ ഫ്രണ്ടിനെയും ഒക്കെ കണ്ട് ഓർമ്മ വരുന്ന വെൻ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. അവൻ അവളെ പ്രണയിച്ച് കൊതി തീർന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളെ ഇപ്പോ ഇങ്ങനെ മുന്നിൽ കണ്ടിട്ടും തന്റേതെന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിൽ അടുത്ത് പോയി മിണ്ടാനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ പറ്റാത്ത ആ ഒരു അവസ്ഥയിലാണല്ലോ താൻ എന്നത് അവനെ വളരെ സങ്കടപ്പെടുത്തുന്നുണ്ട്. അവൻ ലവ് ഗോഡായി ഭൂമിയിൽ എത്തിയെങ്കിലും അവനെയോ അവന്റെ കൂടെയുള്ള ഹോങ്ങിനെയോ ഇവരെ പോലെ ഭൂമിയിൽ എത്തിയിരിക്കുന്ന മറ്റു ലവ് ഗോഡ്സിനെയോ മറ്റു മനുഷ്യർക്ക് കാണാനായി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവൻ അവളെ ഫോളോ ചെയ്ത് നടപ്പായി. എപ്പോഴെങ്കിലും അവൾ തന്റെ പ്രസൻസ് ഒന്ന് തിരിച്ചറിയുമെന്ന് അവൻ പ്രതീക്ഷിച്ചെങ്കിലും അവൾക്ക് അങ്ങനെ തന്റെ മരണപ്പെട്ട ബോയ് ഫ്രണ്ട് ഇപ്പൊ തന്റെ കൂടെ ഉള്ള ആ ഒരു ഫീലിംഗും വരുന്നില്ല. ആദ്യമൊക്കെ അവൻ കുറെ പ്രതീക്ഷിച്ചെങ്കിലും അത് നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ പതിയെ അവൻ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നു. താൻ പോയെങ്കിലും അവൾ അങ്ങനെ നിരാശയിലും സങ്കടത്തിലും ജീവിക്കരുത്. അവൾക്ക് തന്നെക്കാൾ മികച്ച ഒരു ലൈഫ് പാർട്ട്ണറിനെ തന്നെ കണ്ടെത്തി കൊടുക്കാനായി താനിപ്പോ ലവ് ഗോഡ് ആയിട്ടുള്ള ഈ ഒരു അവസരം ഉപയോഗിക്കണം, അവൾ നല്ല സന്തോഷമായി ജീവിക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു. അവൻ ഈ ഒരു കാര്യം പറയുമ്പോൾ അതിന് ഹോങ്ങിന് ഭയങ്കര ഉത്സാഹമായിരുന്നു. കാരണം ലൂൺ
ഇങ്ങനെ വെന്നിന്റെ പിറകെ ഇപ്പൊ നടക്കുന്നത് ഹോങ്ങിന് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവൾക്ക് മറ്റൊരു പാർട്ട്ണറിനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഇനി അവളുടെ പിറകെ നടക്കില്ലല്ലോ എന്ന് ഹോങ്ങിന് ഒരു ചിന്ത. അതിനായിട്ട് മറ്റു ലവ് ഗോഡ്സിനെ എല്ലാം വിളിച്ചുകൂട്ടി വെന്നിന് പറ്റിയ ഒരു പാർട്ട്ണറെ കണ്ടെത്താനായി അവരുടെ സഹായം ചോദിക്കുന്നുണ്ട്. അവർ പലരും പല ആളുകളുമായി ഒരു കണക്ഷൻ വെന്നിൽ ഉണ്ടാക്കിയെടുക്കാനായി നോക്കുന്നുണ്ട്. പക്ഷേ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായി രണ്ടു പേർക്കിടയിൽ ചുവന്ന നൂല് കൊണ്ട് ബന്ധിക്കണം. പക്ഷെ അത്തരത്തിൽ വെന്നിൽ നൂല് ബന്ധിക്കാൻ നോക്കുമ്പോൾ അതെല്ലാം പൊട്ടിയും കരിഞ്ഞും ഒക്കെ പോവാണ്. ഒരു കണക്ഷനും മറ്റാർക്കും ഇടയിൽ അവൾക്ക് ഉണ്ടാക്കിയെടുക്കാനായി ഇവർക്ക് ആർക്കും കഴിയുന്നില്ല. ഇത് എന്താ സംഭവം അവർക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ ഇപ്പോഴും ലൂണിനെ വെൻ ഒരുപാട് പ്രണയിക്കുന്നുണ്ടാകുമോ? അവൻ മരിച്ചിട്ടും അവനെ പ്രണയിക്കുന്നത് കൊണ്ടായിരിക്കുമോ അവൾക്ക് മറ്റൊരു പ്രണയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാത്തതെന്ന് അവർ ഡൗട്ട് അടിക്കുമ്പോൾ ഇത് അങ്ങനെ അങ്ങ് വിട്ടുകളഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് തോന്നുന്ന ഹോങ് ഒരു അറ്റകൈ പ്രയോഗം നടത്തുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് അവൾ തന്റെ മുന്നിൽ നിൽക്കുന്ന ലൂണിനെ കണ്ണിമ വെട്ടാതെ നോക്കുന്നത് ലൂണും കൂടെയുള്ള ഹോങ്ങും മറ്റു ലവ് ഗോഡ്സും വ്യക്തമായി കാണുന്നുണ്ട്. ആ നോട്ടം കാണുന്നവൻ നിനക്ക് എന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് അവളോട് ചോദിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, നല്ല വ്യക്തമായി കഴിയുന്നുണ്ടെന്ന് അവൾ മറുപടി പറയുന്നു. അത് ഇവൾക്ക് ആ ഇടിമിന്നലേറ്റ ശേഷം വന്ന ഒരു പ്രത്യേക കഴിവാണ്. സാധാരണ മനുഷ്യരുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത പല കാര്യങ്ങളും അവൾക്ക് ആ ഇടിമിന്നലേറ്റ ശേഷം കാണാൻ കഴിയുമായിരുന്നു. ഇടിമിന്നലേറ്റ് അവൾ ദൂരേക്ക് തെറിച്ചു വീണ ആ ഒരു സമയത്ത് ജീവൻ നഷ്ടപ്പെട്ട് അവിടെ കിടക്കുന്ന ലൂണിന്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന യമരാജാവിന്റെ അസിസ്റ്റന്റിനെ പോലും അവൾക്ക് അപ്പോൾ കാണാൻ കഴിഞ്ഞിരുന്നു. അവന്റെ ആത്മാവ് അവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നതും നിറകണ്ണുകളോടെ അവൾ കണ്ടിരുന്നു. അതിനുശേഷം ഒരുപാട് ആത്മാക്കളെ പലപ്പോഴും അവൾ കണ്ടിരുന്നു. അതൊക്കെ അവൾ പുറത്ത് പറയുമ്പോൾ ഇവൾക്ക് എന്താ വട്ടാണെന്നോ മട്ടിലായിരുന്നു മറ്റുള്ളവർ അവളോട് പ്രതികരിച്ചിരുന്നത്. അവളെ മന്ത്രവാദിനിയുടെ അടുത്ത് പോലും ഈ ഒരു പ്രശ്നം മാറ്റാനായി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ മന്ത്രവാദിനി അവിടെ വെച്ച് അവളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി അവൾക്ക് നല്ലൊരു ഉപദേശം കൊടുത്തു. നീ ഇപ്പോ കാണുന്നതും കേൾക്കുന്നതും മറ്റാരോടും പറയാൻ നിൽക്കണ്ട, അത് നിന്നിൽ തന്നെ ഒതുക്കി വെച്ചിരിക്കും. മറ്റുള്ളവരോട് പറയുമ്പോൾ നിനക്ക് വട്ടാണെന്ന രീതിയിലെ ആളുകൾ ഇതൊക്കെ എടുക്കുള്ളൂ എന്ന്. അങ്ങനെ അതിനുശേഷം അവൾ കാണുന്നതും കേൾക്കുന്നതും ആരോടും പറഞ്ഞിരുന്നില്ല. ഈവൻ തന്റെ പിടിവിട്ടുപോയ ഡോഗിനെ അന്വേഷിച്ച് നടക്കുന്ന അവൾ ഡോഗ് ലൂണിന്റെ അടുത്ത് നിൽക്കുന്ന കാഴ്ച കണ്ട് ഷോക്കായി പോയിരുന്നു. അവന്റെ അടുത്ത് പോയി ആ ഡോഗിനെ തിരികെ വാങ്ങുമ്പോഴും അവൻ അവിടെ നിൽക്കുന്ന കണക്ക് അപ്പൊ അവൾ ഭാവിച്ചിരുന്നില്ലെങ്കിലും അവനെ അവൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് അവൻ എപ്പോഴൊക്കെ അവളുടെ പിറകെ നടന്ന് അവന്റെ പ്രസൻസ് അവൾക്ക് മനസ്സിലാകണമെന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു. അപ്പോഴൊക്കെ അവൻ കൂടെയുണ്ട് എന്നത് മനസ്സിലാക്കി തന്നെ അവൾ മനസ്സിലാവാത്ത രീതിയിൽ ഇരുന്നതായിരുന്നു. ഇതൊക്കെ ഇപ്പൊ അവൾ പറയുമ്പോൾ അവൻ ഒരുപാട് ഇമോഷണൽ ആവുന്നുണ്ട്. നീ എന്തിനാ എനിക്ക് വേറെ പാർട്ട്ണറിനെ കണ്ടെത്താനായി ഇത്ര കഷ്ടപ്പെടുന്നത്? എനിക്ക് വേറെ ആരെയും വേണ്ട, എനിക്ക് നിന്നെ തന്നെ മതി. ഞാൻ നിന്നെ പ്രണയിച്ച് ജീവിതാവസാനം വരെ ജീവിച്ചോളാമെന്ന് അവൾ പറയുമ്പോൾ അവൻ ഒരേ സമയം ഒരുപാട് സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പിന്നീട് അങ്ങോട്ട് പരസ്പരം കാണാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും ഒന്നിച്ചാണ് കൂടുതൽ സമയവും ചെലവഴിക്കുന്നത്. അത് ഹോങ്ങിന് അത്ര രസിക്കുന്നില്ല. കാരണം അവളുടെ പാർട്ട്ണർ ആയിട്ടുള്ള ഒരാളാണ് ഇപ്പോ ലവ് ഗോഡ് ആയിട്ടുള്ള ലൂൺ. ഇവർ രണ്ടുപേരും കൂടിയാണ് ഒന്നിച്ച് പ്രണയം സൃഷ്ടിക്കേണ്ടത്. അപ്പോ അവൻ മാത്രം ഇങ്ങനെ പ്രണയിച്ച് വേറെ രീതിയിൽ നടന്നാൽ അവൾക്ക് കുറച്ച് അസൂയൊക്കെ നന്നായി തന്നെ പ്രകടമാവുന്നുണ്ട്. വെന്നിനങ്ങനെ ശരീരത്തിൽ ഇടിമിന്നലേറ്റ ശേഷം ആത്മാക്കളെ കാണാൻ സാധാരണ മനുഷ്യർക്ക് അവരുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത പല കാര്യങ്ങളും അങ്ങനെ കാണാനൊക്കെയുള്ള പ്രത്യേക കഴിവ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അവൾക്ക് മരണപ്പെട്ട അവളുടെ ബോയ് ഫ്രണ്ടിനെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും കാണാനായി സാധിക്കുന്നുണ്ട്. അവൾ അങ്ങനെ അവന്റെ കൂടെ സംസാരിച്ചൊക്കെ നിൽക്കുന്നത് പുറമേന്ന് കാണുന്നവർക്ക് അവൾ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്ന കണക്കാണ് തോന്നുന്നത്. ഇവളൊരു വട്ടാണെന്നാണ് കാണുന്നവർ അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിക്കുന്നത്. എന്തായാലും ഈ നടക്കുന്ന കാര്യങ്ങളിൽ ഹോങ് ആകെ അസ്വസ്ഥയാണ്. ഹോങ്ങിന് ലൂണിനോട് ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ലൂൺ എപ്പോഴും വെന്നിന്റെ കൂടെ ഉള്ളത് ഇഷ്ടപ്പെടാത്ത ഹോങ് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മാറ്റിയെടുക്കാനായി നോക്കുന്നു. നീ മരിച്ച ഒരാളാണ്, പക്ഷെ വെൻ ജീവനോടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി. നീ ചുമ്മാ അവളുടെ പുറകെ നടന്നാൽ അത് അവളുടെ ലൈഫിനെ തന്നെ ബാധിക്കാം. നീ അവളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുക, എങ്കിലല്ലേ അവൾക്ക് നല്ലൊരു ലൈഫ് പാർട്ട്ണറിനെ കണ്ടെത്തി മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും. ജീവനോടെ ഇരിക്കുന്ന അവൾ ഒരു പ്രേതമായ നിന്നെ പ്രേമിച്ചിട്ട് എന്തോന്ന് കിട്ടാനാണെന്നല്ല ഹോങ് പറയുന്നത്. അസൂയ കൊണ്ടാണ് അവൾക്ക് തന്നോട് ഒരു താല്പര്യമുണ്ട്, തന്നെ വെന്നിനെയും അകറ്റാനായിട്ടാണ് ഹോങ് പറയുന്നതെന്ന് ലൂണിന് മനസ്സിലാവുന്നുണ്ട്. വെൻ മരിച്ച് ആത്മാവായ ശേഷം താനും അവളും ഒന്നിക്കുമെന്നും ഹോങ് ഭയപ്പെടുന്നുവെന്ന് ലൂൺ നന്നായി മനസ്സിലാക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ ലൂൺ വെന്നിനോട് പറയുമ്പോൾ ഹോങ്ങിന് ലൂണിനോടുള്ള താല്പര്യത്തെ പറ്റി വെന്നിനും മനസ്സിലാവുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുന്ന ഇതേ സമയം തന്നെ ആത്മാക്കൾ രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ. ചെയ്ത തെറ്റൊക്കെ തിരുത്തി മുന്നോട്ട് പോകാനായി ആഗ്രഹിക്കുന്ന ആത്മാക്കളും ഒപ്പം തെറ്റൊന്നും തിരുത്താതെ തനിക്ക് ലൈഫിൽ അതായത് ജീവനോടെ ഇരുന്ന സമയത്ത് ഇഷ്ടക്കേട് തോന്നിയവരോട് പ്രതികാരം വീട്ടി അങ്ങനെ ഒരു ദുഷ്ട രീതിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കളുമുണ്ട്. അത്തരം ആത്മാക്കളെ നരകത്തിലാണ് ഇടാറുള്ളത്. ആ കൂട്ടത്തിലുള്ള വളരെ ക്രൂരനായ വളരെ പൈശാചികമായ ഒരു ആത്മാവ് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രതികാരം വീട്ടാനായി പുറപ്പെടുന്നു. അയാൾ 500 വർഷങ്ങൾക്ക് മുന്നേ മരിച്ച നരകത്തിലെത്തിയ ഒരു ദുരാത്മാവാണ്. അതിപ്പോ പ്രതികാരം വീട്ടാനായി എത്തി അങ്ങനെ ഓരോരുത്തരെയായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇത് നിർത്തണം, അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് കാണുന്ന യമരാജൻ അദ്ദേഹത്തിന്റെ ശക്തന്മാരായ 2 ഗാർഡ്സിനെ അങ്ങനെ ആത്മാവിനെ പിടിച്ചടക്കാനായി അയക്കുന്നുണ്ട്. ആരാണ് ഇപ്പോ രക്ഷപ്പെട്ട ദുരാത്മാവ് എന്നതറിയണ്ടേ? അയാൾ 500 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന വലിയൊരു കൊള്ളക്കാരനായിരുന്നു. വലിയൊരു കൊള്ള സംഘം തന്നെ അയാൾക്കുണ്ടായിരുന്നു. അയാളുടെ പേര് ഗൂയി എന്നായിരുന്നു. ഗൂയിയുടെ കൊള്ളസംഘം ഗവൺമെന്റിന് അന്നത്തെ കാലത്ത് വലിയ തലവേദനയായി മാറിയപ്പോ ഗൂയിയുടെ കൂടെയുള്ളവരെ കൊണ്ട് ഗുയിക്കെതിരെ നിർത്തിയാൽ മാത്രമേ ഗുയിയെ തടുക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുന്ന ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഗുയി പോലും അറിയാതെ അയാളുടെ വിശ്വസ്തരായ എല്ലാ ആളുകളെയും വരുതിയിലാക്കുന്നു. ഗുയിയെ കാട്ടിക്കൊടുത്താൽ പിടിക്കാൻ സഹായിക്കുന്ന
അങ്ങനെ ഇവരെ വെറുതെ വിടാമെന്ന വലിയ വാഗ്ദാനം ഗവൺമെന്റ് നൽകിയിരുന്നു. അങ്ങനെ ഗുയിയെ ചതിച്ചാൽ നല്ലൊരു ലൈഫ് കിട്ടും, പോലീസിനെ ഗവൺമെന്റിനെയോ പേടിക്കാതെ നല്ല രീതിയിൽ തുടർന്ന് ജീവിക്കാം എന്നൊരു ധാരണ വരുന്ന ഗുയിയുടെ വിശ്വസ്തരൊക്കെ തന്നെ ഗുയിയെ ചതിച്ച് അങ്ങനെ ഗവൺമെന്റിന് പിടിച്ചു കൊടുക്കാനായി തീരുമാനിക്കുന്നു. ഗുയിയുടെ ഏറ്റവും വിശ്വസ്തയായിരുന്ന സ്വന്തം സഹോദരിയെ പോലെ ഗുയി കണ്ട് കൂടെ നിർത്തിയ ഗുയിയുടെ സംഘാംഗമായ ഒരു പെൺകുട്ടിയായിരുന്നു ഗുയിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ജീവനോടെയോ അല്ലാതെയോ ഗവൺമെന്റിന് നൽകണം, പക്ഷെ ജീവനോടെ നൽകാനുള്ള പാങ് ഇവർക്കില്ല. കാരണം ഗുയി ഇവരുടെ നേതാവായതുകൊണ്ട് ഇവരെക്കാളൊക്കെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും മുൻപന്തിയിൽ തന്നെയാണ്. അതുകൊണ്ട് കൊന്നു കൊടുക്കാമെന്ന് കരുതി അവൾ അങ്ങനെ ഒരു ചതി ഗുയിയോട് ചെയ്തു. തന്റെ കൂടെ നിന്ന് എല്ലാവരും തന്നെ ചതിച്ചപ്പോഴും ആ പെൺകുട്ടിയുടെ ചതിയാണ് ഏറ്റവും കൂടുതൽ ഗുയിയെ വേദനിപ്പിച്ചത്. കാരണം അത്രയേറെ ഗുയി ആ പെൺകുട്ടിയെ സഹോദരിയെ പോലെ കണ്ട് സ്നേഹിച്ചിരുന്നു. അങ്ങനെ മരിച്ച് ആഫ്റ്റർ ലൈഫിലേക്ക് എത്തുന്ന ഗുയി ആകട്ടെ ആദ്യം യമരാജാവിന്റെ ഗാർഡായി കുറച്ചു നാൾ സേവനം അനുഷ്ഠിച്ചു. പക്ഷേ തന്റെ ലൈഫിൽ നേരിട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു മാപ്പ് നൽകി അല്ലെങ്കിൽ അതൊക്കെ അങ്ങ് മറന്നു കള എന്ന ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായി ഗുയിക്ക് തോന്നിയില്ല. ചതിക്ക് ചതി തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് തോന്നിയ ഗുയി ആ ഗാർഡിന്റെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഒരു ദുരാത്മാവായി മാറാനായി തീരുമാനിച്ചു. അങ്ങനെ കുറച്ചുനാൾ ദുരാത്മാക്കളുടെ നരകത്തിൽ ചെലവഴിച്ചെങ്കിലും അവിടെ നിന്ന് ഒരു തക്കം കിട്ടിയപ്പോ മനുഷ്യരുടെ ലോകത്തേക്ക് എസ്കേപ്പ് ആവുകയായിരുന്നു. അങ്ങനെ ഗുയി എത്തി തന്നെ പണ്ട് ചതിച്ചു കൊന്ന ഓരോരുത്തരുടെയും പുനർജന്മങ്ങളെ തേടി പിടിച്ച് അവർക്ക് അവരുടെ പാസ്റ്റ് ലൈഫിൽ ആരാണ് ഈ ഗുയിയും അവരും തമ്മിൽ എന്താണ് ബന്ധം എന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിലും തേടി പിടിച്ച് കൊലപ്പെടുത്തുകയാണ്. ഗുയിയെ ഏറ്റവും വേദനിപ്പിച്ചത് ഒരു പെൺകുട്ടി ചെയ്ത കാര്യമാണെന്ന് പറഞ്ഞിരുന്നില്ലേ, സഹോദരിയെ പോലെ കണ്ട ആ പെൺകുട്ടി കഴുത്തറുത്തത് ആ പെൺകുട്ടിയുടെ പുനർജന്മമാണ് നമ്മുടെ വെൻ. അപ്പോൾ തീർച്ചയായും വെന്നിനെയും തേടി പിടിച്ച് ഗുയി എത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ വെന്നും ലോണും ഒരു കഫേലിരുന്ന് സംസാരിക്കുമ്പോൾ ഇവരുടെ ആ ഒരു പെറ്റ് ഡോഗ് ഉണ്ടല്ലോ അതിന് ഒരു അസുഖമുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾക്ക് ട്രീറ്റ്മെന്റിനൊക്കെയായി വെൻ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ അവളെ കണ്ട് ഡോഗിന്റെ കാര്യം സംസാരിക്കാനായി എത്തുന്നുണ്ട്. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കണ്ട് ലോണിന് കുറച്ച് അസൂയൊക്കെ ഫീൽ ആവുന്നുണ്ട്. അവൻ ആ അസൂയയിൽ ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇവർക്ക് ആരാണെന്ന് പോലും അറിയാത്ത ഒരു മനുഷ്യൻ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു. അയാളുടെ നോട്ടവും ഭാവവും ഒക്കെ വല്ലാത്തൊരു രീതിയിൽ ലോണിന് തോന്നുന്നുണ്ട്. അപ്പോഴാണ് അവന്റെ ഇത് സാധാരണ ഒരു മനുഷ്യനല്ല, ഒരു ദുരാത്മാവ് പ്രവേശിച്ച മനുഷ്യനാണെന്നത് തിരിച്ചറിയുന്നത്. അതെ, ആ മനുഷ്യന്റെ ശരീരത്തിൽ ഗുയി ഉണ്ടായിരുന്നു. ഗുയി വെന്നിനെ ആക്രമിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും ലോൺ അത് തടുക്കാണ്. അങ്ങനെ അവിടെ ഈ രണ്ട് ആത്മാക്കളും തമ്മിൽ ഘോരമായ ഒരു ഫൈറ്റ് തന്നെ നടക്കുന്നു. അവിടെ ഈ സംഭവം പറഞ്ഞ് ഗാർഡ്സ് ഗുയിയെ പിടിക്കാനായി വരുന്നുണ്ടെങ്കിലും അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. തുടർന്ന് ലൂണിനെ ഗാർഡ്സ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. ലൂണിനെയും ഹോങ്ങിനെയും അവർ വിചാരണ ചെയ്യാണ്. ആഫ്റ്റർ ലൈഫിന്റെ നിയമങ്ങളൊക്കെ തെറ്റിച്ച് മനുഷ്യരുമായി സഹവസിക്കരുത് എന്ന ആ ഒരു കാര്യം പാലിക്കാതെ തന്റെ ഗേൾഫ്രണ്ട് ആയിരുന്ന വെന്നിന്റെ കൂടെ കൂട്ടുകൂടി നടന്നതിന് ലൂണിനെ വിചാരണ ചെയ്യുന്നു. ഹോങ് ആകട്ടെ അവിടെ വിചാരണ ചെയ്യപ്പെടുന്നത് എങ്ങനെയെങ്കിലും വെന്നിനെയും ലൂണിനെയും തമ്മിൽ അകറ്റണം എന്ന കാര്യം കൊണ്ട് ആഫ്റ്റർ ലൈഫിലെ ഏറ്റവും വലിയ പ്രണയനൂല് മോഷ്ടിച്ചോണ്ട് പോയി അത് വെച്ചെങ്കിലും ആരെങ്കിലുമായി ഒന്ന് വെന്നിനെ പ്രണയത്തിലാക്കാനായി ശ്രമിച്ചതിന്റെ പേരിലാണ്. ഈ ലവ് ഗോഡ്സിന് നൽകിയിരിക്കുന്ന ചുവപ്പ് നൂലിന് പുറമെ അവർ ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യം ചെയ്തതിന്റെ പേരിലാണ് ഹോങ്ങിന് ഇപ്പോ വഴക്ക് കിട്ടുന്നത്. എന്തായാലും അവർ ചെയ്ത തെറ്റിന്റെ പേരിൽ അവരെ ആത്മാക്കളെ ശിക്ഷിക്കുന്ന ഗർത്തത്തിലിട്ട് അടയ്ക്കുന്നുണ്ട്. കൂടാതെ അതുവരെ അവർക്ക് പ്രിവിലേജ് ആയി കിട്ടിയിരുന്ന ലവ് ഗോഡ്സിന്റെ ശക്തിയും അവരിൽ നിന്ന് എടുത്തു മാറ്റുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും എന്താണ് ലൂണിന് പറ്റിയത്? പെട്ടെന്ന് തന്റെ മുന്നിൽ നിന്ന് അവൻ എങ്ങോട്ടേക്കാണ് പോയതെന്ന് മനസ്സിലാവാതെ വെൻ ഭയങ്കര അസ്വസ്ഥയായിരുന്നു. അവൾ ഭയങ്കരമായി സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവളുടെ ഡോഗ് ഭയങ്കരമായ അവശ്യ നിലയിലുള്ളത് കാണുന്നത്. അവൾ ആ ഡോഗിന്റെ അടുത്ത് ചെന്ന് അതിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടത്തിൽ അതിനെ പുതപ്പിച്ച് കിടത്തുന്നു. ഇതേ സമയം അങ്ങോട്ടേക്ക് എത്തുന്ന ഗുയി അവളെ ആക്രമിക്കുന്നു. അവളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ദുരാത്മാവ് പ്രതികാരം വീട്ടാനായി അവളെ കൊണ്ട് തന്നെ അവളുടെ ശരീരം ഭയങ്കരമായി വേദനിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം ലോണും ഹോങ്ങും കിടക്കുന്ന ആ ഒരു വലിയ കുഴിയിലേക്ക് ചുവപ്പ് കയറൊന്ന് വരുന്നുണ്ട്. ആ കയറിൽ പിടിച്ച് അവർ പതിയെ മുകളിലേക്ക് വലിഞ്ഞു കയറി രക്ഷപ്പെടാമെന്ന് കരുതുന്നു. മുകളിലേക്ക് വലിഞ്ഞെത്തുന്ന അവർ അവിടെ ആ കയർ ഇട്ടുകൊടുത്ത ആളിനെ കാണുന്നുണ്ട്. അത് മറ്റാരുമല്ല വെന്നിന്റെയും ലൂണിന്റെയും ആ വളർത്തുനായാണ്. ആ വളർത്തുനായ മരിച്ച് ആഫ്റ്റർ ലൈഫിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ ആത്മാവാണിപ്പോ ലൂണിനെ രക്ഷിക്കാൻ നോക്കുന്നത്. അവൻ ആദ്യം അതിനെ കണ്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെങ്കിലും വെൻ അപകടത്തിലാണെന്ന് തിരിച്ചറിയുമ്പോൾ അവൻ അക്ഷരാർത്ഥത്തിൽ തകർന്നു പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ പവർ ഇല്ലാത്തത് കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. മറ്റേതെങ്കിലും ആത്മാക്കളുടെ സഹായം തേടാനായി അവർ തീരുമാനിക്കുന്നു. അങ്ങനെ വേഗം തന്നെ ഒരു ദുരാത്മാവിന്റെ സഹായത്തോടെ ഓജോ ബോർഡ് കളിക്കുന്ന കുട്ടികൾ മുഖാന്തരം അവർക്ക് മനുഷ്യരുടെ ലോകത്തേക്ക് എത്തിപ്പെടാനായി സാധിക്കുന്നു. അപ്പോഴേക്കും ഒരു തുറസായ സ്ഥലത്ത് വെച്ച് വെന്നിനെ ആക്രമിച്ചു കൊല്ലാനായി നോക്കുന്ന ഗുയിയെ തടുക്കാനായി യമരാജാവ് അയച്ചിരുന്ന രണ്ട് ഗാർഡ്സും എത്തുന്നുണ്ട്. അങ്ങനെ അവർക്ക് 3 പേർക്കും ഇടയിൽ മാരക ഫൈറ്റ് നടന്ന് ആ ഫൈറ്റിന്റെ ഫലമായി അവർ പാതാള ലോകത്തേക്ക് പോലും തെറിച്ചുപോയി അവിടെയും ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോഴേക്കും സാരമായി പരിക്കേറ്റ് തറയിൽ കിടക്കുന്ന വെന്നിന്റെ അടുത്തേക്ക് ലൂണും ഹോങ്ങും എത്തുന്നുണ്ട്. അവർ രണ്ടുപേരും അവളെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഒട്ടും തന്നെ പവറില്ല. അവരിപ്പോ വെറും പ്രേതങ്ങളായി മാറിയിരിക്കുകയാണ്. അവരുടെ ആ ബ്രേസ്ലെറ്റ് മുഴുവൻ ഇപ്പോൾ കറുത്ത മുത്തുകളാണ്. അവരുടെ വെളുത്ത മുത്തുകൾ പോലും അവർ ചെയ്ത തെറ്റിന്റെ ഒക്കെ ഫലമായി കറുപ്പ് നിറത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോ എന്ത് ചെയ്യുന്നറിയാതെ വളരെ സങ്കടപ്പെട്ട് ലൂൺ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പാതാള ലോകത്ത് നിന്ന് ഫൈറ്റ് ചെയ്ത് തിരിച്ചിങ്ങോട്ടേക്ക് ഗുയിയും ഗാർഡ്സും എത്തുന്നുണ്ട്. ഗുയി മാരക പവർഫുൾ ആണ്. ഗാർഡ്സിന് പോലും ഗുയിയെ പിടിച്ചു നിർത്താനായി സാധിക്കുന്നില്ല. അങ്ങനെ ഫൈറ്റ് അതിന്റെ ഉച്ചത്തിലേക്ക് പോകുന്ന സമയം അവിടെ ഗാർഡ്സ് ഗുയി ആക്രമിക്കാനായി ഉപയോഗിച്ച ഒരു ആയുധം എടുത്തുകൊണ്ട് ഇത് കണ്ടു നിൽക്കുന്ന ലൂൺ ആകട്ടെ വെന്നിനെ രക്ഷിക്കാനായി തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് ഗുയി ആക്രമിക്കാനായി നോക്കുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ചില ഫ്ലാഷ് ബാക്കുകൾ ലൂണിന്റെ മനസ്സിൽ
മനസ്സിലേക്ക് വരുന്നു. അത് അവന്റെ മുന്നത്തെ ഒരു ജന്മത്തിൽ ഒരു ചീവീടായി അവൻ ഉറുമ്പരിച്ച് മരിക്കാറായി കിടന്നിരുന്ന സമയത്ത് അന്ന് മനുഷ്യനായിരുന്ന ഗുയി ആ ഉറുമ്പുകളെ മാറ്റി അവനെ രക്ഷപ്പെടുത്തിയ ഒരു ഇൻസിഡന്റ് ആണ്. അത് ഓർക്കുന്ന അവൻ ഗുയിയുടെ മുന്നിൽ ഇപ്പോ മുട്ടുകുത്തി തന്നോട് അന്ന് കാണിച്ച മനസ്സലിവിന് നന്ദി പറയുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും ഫൈറ്റിന്റെ ഒടുക്കം നല്ലൊരു മനുഷ്യനായിരുന്ന എന്നാൽ തന്നോട് ചതിച്ചവരോട് പ്രതികാരം വീട്ടാനായി ഇപ്പോ ദുരാത്മാവായി തിരിച്ചെത്തിയിരിക്കുന്ന ഗുയിയെ അടക്കാൻ നോക്കുന്ന ഗാർഡ്സും ഗുയിയും അവിടെ നിന്ന് ഭസ്മമായി പോവുകയാണ്. ഇതേ സമയം മുഴുവൻ കറുത്ത മുത്തുകൾ മാത്രമുണ്ടായിരുന്ന ലൂണിന്റെ ബ്രേസ്ലെറ്റിൽ ഒരു വെളുത്ത മുത്ത് വരുന്നുണ്ട്. അത് മുൻജന്മത്തിൽ ഒരു വണ്ടായിരുന്നപ്പോ തന്നെ സഹായിച്ച ഗുയിയോട് അവൻ ആ കാര്യങ്ങൾ ഓർത്തെടുത്ത് നന്ദി പറഞ്ഞതിന്റെ ആ ഒരു നന്ദി കാട്ടിയതിന്റെ ഫലം കൊണ്ട് വന്നതാണ്. എന്തായാലും അവനാകട്ടെ തന്റെ മുന്നിൽ മരിക്കാറായി കിടക്കുന്ന വെന്നിനെ രക്ഷിക്കാനായി അവന്റെ ആ ഒരു ആത്മാവിനെ തന്നെ ഇല്ലാണ്ടാക്കി അതിന്റെ ഫലം കൊണ്ട് അവൾക്ക് ജീവൻ നൽകി അവളെ മറ്റൊരാളുമായി പ്രണയത്തിൽ ബന്ധിപ്പിച്ച് അവളുടെ ഇപ്പോഴത്തെ മരണപ്പെടുക എന്ന ഒരു തലവര മാറ്റിയെടുക്കുക എന്ന ലവ് ഗോഡ്സിന്റെ നിയമത്തിലുള്ള ഒരു കാര്യം ചെയ്യാനായി തീരുമാനിക്കുന്നു. അവനിപ്പോ പൂർണ്ണമായും കറുത്ത മുത്തുകളല്ലാതെ ഒരു വെളുത്ത മുത്തുള്ളത് കൊണ്ട് ആ കാര്യത്തിനുള്ള പവർ അവന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ അവൻ അവന്റെ ആത്മാവിനെ ത്യാഗം ചെയ്ത് അതിനെ ഒരു നൂലാക്കി മാറ്റി ആ നൂല് ഹോങ്ങിന്റെ കയ്യിൽ കൊടുത്ത് ആരെങ്കിലുമായി ഇത് ബന്ധിപ്പിച്ച് അയാളുമായി വെന്നിനെ പ്രണയത്തിലാക്കാൻ പറയുന്നു. അങ്ങനെ ഹോങ് ബന്ധിപ്പിക്കാൻ പോകുന്നത് അവൾ അവിടെ അടുത്ത് കാണുന്ന നമ്മൾ മുന്നേ കണ്ട ആ മൃഗ ഡോക്ടറുമായിട്ടാണ്. അങ്ങനെ മൃഗ ഡോക്ടറുമായി പ്രണയത്തിലാവുക എന്നൊരു വിധി വെന്നിന് നൽകിക്കൊണ്ട് അവളെ മരണത്തിൽ നിന്ന് രക്ഷിച്ച് സ്വയം ഇല്ലാണ്ടായി അവിടെ നിന്ന് മറഞ്ഞു പോവുകയാണ് ലൂൺ. അവൻ അങ്ങനെ അവൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന ഈ ഒരു സമയത്താണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണാൻ സാധിക്കുന്നത്. മുന്നത്തെ ഒരു ജന്മത്തില് ലൂണും വെന്നും ഭാര്യാഭർത്താക്കന്മാരായിരുന്നു. വളരെ സ്നേഹത്തിൽ ജീവിച്ചിരുന്ന അവർ ഒന്നിച്ചാണ് മരണപ്പെട്ടത്. ആ ഒരു സമയത്ത് ആഫ്റ്റർ ലൈഫിലേക്ക് കടക്കും മുന്നേ അടുത്ത ജന്മത്തിലും നിന്നെ ഞാൻ തേടിയെത്തുമെന്ന് ലൂൺ വെന്നിനോട് പറഞ്ഞിരുന്നു. അങ്ങനെ അതിനുശേഷം ഉണ്ടായതാണ് അവരുടെ ഈ ഒരു ജന്മം. ഈ ഒരു ജന്മത്തിൽ കുട്ടിക്കാലം മുതലേ അതുകൊണ്ട് തന്നെയാണ് ലൂൺ മുൻജന്മത്തിൽ നൽകിയ വാക്ക് പാലിക്കാനായി വെന്നിന്റെ പിറകെ നടന്ന് അവളെ പ്രപ്പോസ് ചെയ്ത് നടന്നിരുന്നത്. ആദ്യമൊന്നും അവനെ തിരിച്ചറിയാതെ അവൾ അത് റിജക്ട് ചെയ്തെങ്കിലും ഒടുക്കും അവർ പ്രണയത്തിലായി. പക്ഷേ ഈ ഒരു ജന്മത്തിൽ അവർ ഒന്നിക്കാനായി വിധിക്കപ്പെട്ടവരായിരുന്നില്ല. അവരെ ലവ് ഗോഡ്സ് ഒന്നിപ്പിച്ചിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രണയം സാക്ഷാത്കരിക്കപ്പെടാതെ ഒരു ഇടിമിന്നലേറ്റ് തന്റെ തൊട്ടരികെ നിന്നിരുന്ന ലൂണിനെ വെന്നിന് നഷ്ടമായത്. എന്തായാലും ഇനി തനിക്ക് ഒരു പുനർജന്മവും വേണ്ട. താൻ ഈ ഒരു ആത്മാവായിരിക്കെ തന്നെ പൂർണ്ണമായും നാമാവശേഷമായാലും വെന്നിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് കരുതി ലൂൺ അവിടെ ചെയ്ത ഒരു ത്യാഗം യമരാജ അവന്റെ കണ്ണ് തുറപ്പിക്കുന്നു. അദ്ദേഹം അവനൊരു അവസരം നൽകുകയാണ്, ഒരു നല്ലൊരു പുനർജന്മം നൽകുന്നു. ഇതേ സമയം താൻ ചെയ്ത തെറ്റുകളൊക്കെ തിരുത്തി ഹോങ്ങും പുനർജന്മത്തിലേക്ക് കടന്നിരുന്നു. അവൾ അതിനു മുന്നേ ലവ് ഗോഡ്സിനോട് എന്റെ ഈ പുനർജന്മത്തിൽ നിങ്ങൾ എന്നെ കണ്ടെത്തണം, ഞാനും ലൂണും തമ്മിൽ പ്രണയത്തിലാവുന്ന രീതിയിൽ നിങ്ങൾ ഞങ്ങളെ ഒന്നിപ്പിക്കണമെന്നും റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതോടുകൂടി അവളും അങ്ങനെ പുനർജന്മത്തിലേക്ക് കടക്കുന്നു. പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം, അതായത് കുറച്ച് വർഷങ്ങൾ തന്നെ കടന്നുപോയിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ കാണുമ്പോൾ വെന്നും ആ മൃഗ ഡോക്ടറും കപ്പിൾസ് ആയിട്ടാണ് ഉള്ളത്. അവരുടെ ക്ലിനിക്കിലേക്ക് 2 കുട്ടികൾ അവരുടെ പെറ്റ്സിനെ കാണിക്കാനായി വന്നിരുന്നു. അതിലൊരു കുട്ടി ലൂണിന്റെ പുനർജന്മമാണ്, മറ്റേത് ഹോങ്ങിന്റെ പുനർജന്മവും. അവരിപ്പോ പരസ്പരം കണ്ടുമുട്ടുന്ന ഈ ഒരു നിമിഷം തന്നെ അവരുടെ പെറ്റുകളെ ചൊല്ലി ചെറിയ രീതിയിൽ വഴക്കിട്ടോണ്ടിരിക്കുന്നു. പക്ഷെ അവർ പോലും അറിയാതെ അവരെ ലവ് ഗോഡ്സ് പ്രണയനൂല് കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഭാവിയിൽ ഇവർ ഒന്നിക്കും എന്നത് തീർച്ച. നല്ലൊരു ആഫ്റ്റർ ലൈഫിലേക്ക് കടന്നിരിക്കുന്ന ലൂൺ അതിനു മുന്നേ വെന്നിനെ താൻ കൂടെ ഇല്ല എന്ന എല്ലാ സങ്കടങ്ങളിൽ നിന്നും മാറ്റി അവൾക്കും നല്ലൊരു പാർട്ട്ണറിനെ കണ്ടെത്തി കൊടുത്ത് അവളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാണ് ആഫ്റ്റർ ലൈഫിലേക്ക് കടന്നിരിക്കുന്നത്. അവളെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവളെ സന്തോഷവതിയാക്കി മുന്നോട്ടൊരു ജീവിതം നൽകാനായി ലൂണിന് സാധിച്ചു. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടി ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യില്ലേ. അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ബൈ.